അവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിത്യാരാധനയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, അയ്യമ്മസമ്മയുടെ മധ്യസ്ഥതയാൽ എനിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടി. ഞാൻ ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ലതാ സെബാസ്റ്റ്യൻ, കണ്ടക്കടയിൽ നിന്ന് വരുന്നു. ഞാൻ 2 മാസം മുമ്പ് എനിക്ക് വിദേശത്ത് വെച്ച് യൂറിനറി ഇൻഫെക്ഷനും കിഡ്നി സ്റ്റോണും ഒക്കെ വേദനയായി. ഒത്തിരി ഞാൻ വിഷമിച്ചു. ഞാൻ 25 വർഷം കഴിഞ്ഞു കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കുകയാണ്. ഒത്തിരി പ്രാർത്ഥിച്ചു. പലരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. നിത്യാരാധനയിൽ ഞാൻ വിളിച്ചു പറഞ്ഞു, അയ്യമ്മസമ്മയുടെ മധ്യസ്ഥതയാൽ എനിക്ക് പെട്ടെന്ന് സൗഖ്യം കിട്ടി. ഞാൻ ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ. ദൈവ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. കർത്താവ് ഒന്ന് മാത്രമാണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത്: വചനം പ്രഘോഷിക്കുക, അതനുസരിച്ച് ജീവിക്കുക. തൻ്റെ ജീവിതത്തിൽ വചനം പ്രഘോഷിക്കുന്നതിനായി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇറങ്ങിത്തിരിച്ച ലത എന്ന ആ സഹോദരിയുടെ സാക്ഷ്യം നാം കേട്ടു. വിദേശത്തായിരിക്കുമ്പോൾ യൂറിനറി ഇൻഫെക്ഷനായി മരണത്തോട് മല്ലടിച്ചപ്പോൾ ആ സഹോദരി പറയുകയുണ്ടായി, മരണത്തെ പുൽകാൻ പോവാണെന്ന് ഭയപ്പെട്ടു പോയെന്നു. ഈ സമയത്ത് നമ്മുടെ ഈ IMS ധ്യാന കേന്ദ്രത്തിലെ നിത്യാരാധന കേന്ദ്രത്തിലേക്ക് ഒരു സഹായം അപേക്ഷിച്ചുകൊണ്ട് വിളിക്കുകയും ഭയപ്പെടേണ്ട, പ്രാർത്ഥിക്കാമെന്ന മറുപടി നൽകുകയും ചെയ്തു. ആ സഹോദരി പൂർണ്ണമായി വിശ്വസിക്കുന്നു. പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചത് IMS അമ്മ തൻ്റെ തിരുക്കുമാരനോട് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, യാചിച്ചു. ആ യാചന കേട്ടു. നമുക്കൊരു വചനം ശ്രവിക്കാം. ഏശയ്യായുടെ പുസ്തകം 54-ാം അധ്യായം 10-ാമത്തെ തിരുവാക്യം. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല. എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പൂർണ്ണ വിശ്വാസത്തോടെ ആ മകൾ പ്രാർത്ഥിച്ചതുപോലെ നാമും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവം നമ്മെ കൈവിടുകയില്ല എന്ന നഗ്നസത്യം നാം ഈ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കി. നമുക്ക് ഒന്ന് ചേർന്ന് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ